ഓം ശാന്തി. 25/1/70 അവ്യക്ത ബാബ്ദാദ. സ്മരണയെ നിലനിർത്തുന്നതിനുള്ള വിധി. അവ്യക്ത സ്ഥിതി ഹി മുഖ്യ സബ്ജക്റ്റ് ഹെ. അവ്യക്ത സ്ഥിതി തന്നെയാണ് മുഖ്യമായ വിഷയം. വ്യക്തമേ രഹത്തെ കർമ്മ കർത്തേ ഭി അവ്യക്ത സ്ഥിതി രഹെ. വ്യക്തത്തിലിരുന്നു കൊണ്ടും കർമ്മം ചെയ്തുകൊണ്ടും സ്ഥിതി അവ്യക്തമായിരിക്കണം. ഇസ് സബ്ജക്റ്റുമേ ഹി പാസ് ഹോനാ ഹെ. ഈ വിഷയത്തിൽ തന്നെയാണ് പാസ്സാകേണ്ടത്. अपने बुद्धि की ലൈൻ को ക്ലിയർ रखना है. തൻ്റെ ബുദ്ധിയുടെ ലൈനെ ക്ലിയറാക്കി വയ്ക്കണം. जब रास्ता क्लियर होता है तो जल्दी जल्दी दौड़कर मंजिल पर पहुंचना होता है. വഴി ക്ലിയറായി കഴിയുമ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് ഓടി ലക്ഷ്യത്തിൽ എത്തുകയാണ് വേണ്ടത്. पुरुषार्थ की लाइन में कोई रुकावट हो तो उसको मिटाकर लाइन क्लियर करना, इस साधन से ही अव्यक्त स्थिति की प्राप्ति होती है. പുരുഷാർത്ഥത്തിൻ്റെ ലൈനിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി ലൈൻ ക്ലിയർ ചെയ്യുക. ഈ സാധനയിലൂടെ തന്നെയാണ് അവ്യക്ത സ്ഥിതിയെ പ്രാപ്തമാക്കുന്നത്. അവ്യക്ത സ്ഥിതിയെ എങ്ങനെ പ്രാപ്തമാക്കാൻ സാധിക്കും എന്നാണ് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് പുരുഷാർത്ഥത്തിൻ്റെ ലൈനിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ ഇല്ലാതാക്കി ലൈൻ ക്ലിയർ ചെയ്യുക. അതാണ് ഇതിനുള്ള മാർഗം. അപ്പോൾ വിഷയം ഇവിടെ അവ്യക്ത സ്ഥിതി തന്നെയാണ്. സ്ഥിതിയെ അവ്യക്തമാക്കുന്നതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. വ്യക്തത്തിൽ ഇരുന്നു കൊണ്ടും കർമ്മം ചെയ്തുകൊണ്ടും സ്ഥിതി അവ്യക്തമാകണം. मधुबन में आकर कोई न कोई विशेष गुण सभी को देना यही यादगार है. മധുബനിൽ വന്ന് ഏതെങ്കിലുമൊക്കെ വിശേഷ ഗുണം എല്ലാവർക്കും കൊടുക്കുക, ഇതുതന്നെയാണ് സ്മരണ. ഓർമ്മ നിലനിൽക്കുന്നതിന് വേണ്ടി ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. മധുബനിൽ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ വിശേഷ ഗുണം എല്ലാവർക്കും കൊടുക്കണം. വഹുത്തോ ഹോഗയ ജഡ് യാദഗാർ. അത് പിന്നെ ജഡമായിട്ടുള്ള, അതായത് ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സ്മരണയാണ്. ലേക്കിൻ യഹ് അപ്പനെ ഗുണക്കി യാദ് ദേന യഹ് ഹേ ചൈതന്യ യാദഗാർ. ഇത് തൻ്റെ ഗുണത്തിൻ്റെ ഓർമ്മ കൊടുക്കുക, ഇതാണ് ചൈതന്യത്തിലുള്ള സ്മരണ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതുതന്നെയാണ് നമ്മുടെ സ്മരണ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ നിലനിൽക്കുന്നത്. ജോ സദൈവ് യാദ് കർത്തേ രഹത്തെ. അത് പിന്നെ എല്ലാവരും എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും. കഭി കഹീം പർ ജാവോ തോ യഹി ലക്ഷ്യ രഖ്ന ഹേ കി ജഹാൻ ജായെ വഹാ യാദ്ഗാർ കായം രഹെ. എപ്പോഴെങ്കിലും എവിടെ പോയിരുന്നാലും ശരി, ലക്ഷ്യം ഇതായിരിക്കണം വെക്കേണ്ടത്. എവിടെ പോയിരുന്നാലും അവിടെ സ്മരണ നിലനിൽക്കണം. അതായത് നമ്മുടെ ഒരു ഓർമ്മ അവിടെ നിലനിൽക്കണം എന്ന് ബാബ പറയുകയാണ്. യഹാം സെ വിശേഷ സ്നേഹ് അപ്പനെ മേ ഭർ കെ ജായെങ്കെ തോ സ്നേഹ് പത്തർ കോ ഭി പാനി കർ ദേഗ. അപ്പോൾ മധുബനിൽ നിന്ന് വിശേഷിച്ച് സ്നേഹം തന്നിൽ നിറച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ സ്നേഹം കല്ലിനെയും കൂടി വെള്ളമാക്കി തീർക്കും. ബാബ നമ്മളിൽ എത്രമാത്രം സ്നേഹം നമ്മൾ നിറയ്ക്കുന്നുണ്ടോ അത്രയും ഇത് കല്ലുപോലെ സ്വഭാവമുള്ളവരെയും അത് വെള്ളം പോലെയാക്കി തീർക്കും. യഹ് ആത്മിക് സ്നേഹ് കി സൗഗാദ് സാത്ത് ലേ ജാന.
ഈ ആത്മീയ സ്നേഹത്തിൻ്റെ സമ്മാനം കൂടെ കൊണ്ടുപോകണം. ജിസ്സെ കിസി പർ ഭി വിജയ് ഹോ സക്തി, അതിലൂടെ ആരുടെയെങ്കിലും മേലായിരുന്നാലും വിജയിക്കാൻ കഴിയും. എന്തിൻ്റെയെങ്കിലും മേൽ വിജയിക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ വിജയിക്കുന്നതിനുള്ള വഴിയാണ് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളിൽ സ്നേഹം നിറയ്ക്കുക. എത്രമാത്രം നമ്മളിൽ സ്നേഹം നിറയുന്നുണ്ടോ അത്രയും കല്ല് പോലും വെള്ളമായി മാറും. അഥവാ ആ സ്നേഹത്തിൻ്റെ ശക്തിയിൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും എന്ന് ബാബ പറയുകയാണ്. जिससे किसी पर भी विजय हो सकती है, समय ज़्यादा समझते हो वा कम. ഇപ്പോൾ സമയം കൂടുതലുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്, അതോ സമയം ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ, എന്താണ് മനസ്സിലാക്കുന്നത്? तो अब कम समय में 100% तक पहुँचने की कोशिश करनी है. കുറഞ്ഞ സമയം കൊണ്ട് 100% വരെ എത്തുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. ജിത്തനി ബി അപ്പനി ഹിമ്മത്ത് ഹേ വഹു പൂരി ലഗാനി ഹേ, എത്രമാത്രം ധൈര്യമുണ്ടോ അത്രയും ധൈര്യം പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. അതായത് നമ്മുടെ സ്ഥിതിയെ ഉയർത്തുന്നതിന് വേണ്ടി സമയം ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മുടെ സ്ഥിതി അത്രയും ഉയരണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ധൈര്യം കൈവിടാതെ പൂർണ്ണമായിട്ടും തൻ്റെ ധൈര്യം ഉപയോഗിച്ച് പുരുഷാർത്ഥം ചെയ്യണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. एक सेकंड भी व्यर्थ न जाए इतना ध्यान रखना है. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥമാകരുത്, അത്രയും ശ്രദ്ധ വയ്ക്കണം. സംഗം കാ ഏക് സെക്കൻഡ് കിത്തന ബഡാ ഹേ, സംഗമത്തിൻ്റെ ഓരോ സെക്കൻഡും എത്ര വലുതാണ്. अपने समय और संकल्प दोनों को सफल करना है. തൻ്റെ സമയവും അതുപോലെ സങ്കല്പവും രണ്ടും സഫലമാക്കണം. जो कार्य बड़े न कर सके वह छोटे कर सकते. ഏത് കാര്യമാണോ വലിയവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് അത് ചെറിയവർക്ക് ചെയ്യാൻ കഴിയും. അപ്പം ബാബു പറയാണ്, കുട്ടികൾ തൻ്റെ സമയവും സങ്കല്പവും രണ്ടും സഫലമാക്കണം. ഏത് കാര്യമാണോ മൂത്തവർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത് അത് ചെറിയവർക്ക് ചെയ്യാൻ കഴിയും. അബീത്തോ യഹ് കാര്യബി രഹാ ഹുവാ ഹെ, ഇപ്പോൾ ഈ കാര്യവും അവശേഷിക്കുകയാണ്. അബ് തക് ജോ ദൗഡ് ലഗായി വഹു തോ ഹുയി ലേക്കിൻ അബ് ജമ്പ് ദേനാ ഹെ തബ് ലക്ഷ്യ കോ പാ സകേംഗെ. അപ്പം ബാബു പറഞ്ഞു, ഇതുവരെയും ഓടുകയായിരുന്നു, അത് കഴിഞ്ഞു, എന്നാൽ ഇപ്പോഴിനി ജമ്പ് ചെയ്യുകയാണ് വേണ്ടത്, അപ്പോഴേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. സെക്കൻഡ് മേ ബഹുത്ത് ബാത്തോं को പരിവർത്തൻ करना यह है ജമ്പ് മാർന. സെക്കൻഡിൽ വളരെയധികം കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തണം, ഇതാണ് ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇത്തിനി ഹിമ്മത്ത് ഹേ, ഇത്രയും ധൈര്യം ഉണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. जो कुछ सुना है उनको जीवन में लाकर दिखाना है. എന്തെല്ലാം കേട്ടിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് കാണിക്കണം. जिसके साथ स्नेह रखा जाता है उन जैसा बनने का होता है. ആരോടാണോ സ്നേഹം വയ്ക്കുന്നത് അവരെ പോലെ ആകേണ്ടി വരും. तो जो भी बाप दादा के गुण हैं वह खुद में धारण करना यही स्नेह का फर्ज है. അപ്പോൾ എന്തെല്ലാമാണോ ബാപ്ദാദയുടെ ഗുണങ്ങൾ അത് സ്വയം തന്നിൽ ധാരണ ചെയ്യണം. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ കടമ. അപ്പം ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഇതുവരെയും നമ്മൾ ഓടുകയായിരുന്നു പുരുഷാർത്ഥത്തിൽ, എന്നാൽ ഇപ്പോൾ സമയം അങ്ങനെയുള്ളതാണ്, കുട്ടികൾ ജമ്പ് ചെയ്യണം എന്ന് പറയുകയാണ്. അതായത് എന്തെല്ലാം നമ്മൾ ഇതുവരെ കേട്ടോ അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് കാണിക്കണം. വളരെയധികം കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തണം, അതാണ് ശരിക്കും ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. പിന്നെ ബാബയോട് നമുക്ക് സ്നേഹമുണ്ട്, അർത്ഥം ബാബയുടെ ഗുണങ്ങളെ നമ്മൾ സ്നേഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്യുക. ഇതുതന്നെയാണ് സ്നേഹത്തിൻ്റെ കടമ.
जो बाप की ശ്രേഷ്ഠത है उसको अपने में धारण करना है. എന്താണോ ബാബയുടെ ശ്രേഷ്ഠത അത് നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്യണം. യഹ് ഹേ സ്നേഹ്, ഇതാണ് സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനം ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ബാബയുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, ബാബയിലുള്ള എന്തെല്ലാം ശ്രേഷ്ഠതകളാണോ ആ ശ്രേഷ്ഠതകളെ നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്യണം. അപ്പോഴാണ് ബാബയോടുള്ള സ്നേഹം ശരിക്കും തെളിയുന്നത്. ഏക് ബി വിശേഷതാമേ കമി ന രഹേ, ഒരു വിശേഷതയിലും കുറവ് വരരുത്. ഏക് ബി വിശേഷതാമേ കമി ന രഹേ, ഒരു വിശേഷതയിലും കുറവ് വരാൻ പാടില്ല. जब सर्वगुण अपने में धारण करेंगे तब भविष्य में सर्वगुण संपन्न देवता बनेंगे. എപ്പോഴാണോ സർവഗുണങ്ങളും തന്നിൽ ധാരണ ചെയ്യുന്നത് അപ്പോഴേ ഭാവിയിൽ സർവഗുണ സമ്പന്ന ദേവതയാകുകയുള്ളൂ. യഹി ലക്ഷ്യ രഖ്ന ഹേ കി സർവഗുണ സമ്പന്ന ബനെ. അപ്പോൾ ലക്ഷ്യം ഇതാണ് വയ്ക്കേണ്ടത്, സർവഗുണങ്ങൾ കൊണ്ടും സമ്പന്നരാകണം. बाप के गुण सामने रख अपने को चेक करो कि कहाँ तक है. ബാബയുടെ ഗുണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യണം, എന്നിൽ എവിടം വരെ ഗുണങ്ങൾ വന്നു എന്ന്. കം പെർസെൻറ്റേജ് ബി നഹു, പെർസെൻറ്റേജ് കുറയാനും പാടില്ല. പെർസെൻറ്റേജ് ബി സമ്പൂർണ്ണ ഹോ തബ് വഹാം ബി സംബന്ധമേ നസ്തീക് ആ സകേങ്കെ. ഗുണങ്ങളുടെ പെർസെൻറ്റേജിലും കുറവ് വരാൻ പാടില്ല, അതിലും സമ്പൂർണ്ണമാകണം, എന്നാലേ അവിടെയും ബന്ധത്തിൽ സമീപത്ത് വരാൻ കഴിയുകയുള്ളൂ. ബാബയുടെ സംബന്ധത്തിൽ, അതായത് സത്യയുഗത്തിലും ബാബയുടെ ബന്ധത്തിൽ, അതായത് സത്യയുഗത്തിൽ ആദ്യം തന്നെ ബാബയോടൊപ്പം വരണമെന്നുണ്ടെങ്കിൽ ഗുണങ്ങളിലും പെർസെൻറ്റേജ് വരാൻ പാടില്ല, സമ്പൂർണ്ണമായിട്ടും ഗുണങ്ങളുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ബാബയോടൊപ്പം അടുത്ത ബന്ധത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അബ് റൂഹ് കോ ഹി ദേഖ്ന ഹെ, ഇപ്പോഴെ ആത്മാവിനെ തന്നെ നോക്കണം. ജിസം കോ ബഹുത്ത് ദേക്ക് ദേക്ക് കർ തക്ക് ഗയോ, ശരീരത്തെ നോക്കി നോക്കി ക്ഷീണിച്ചു പോയി. ഇസിലിയെ അബ് റൂഹ് കോ ഹി ദേഖ്ന ഹെ, അതുകൊണ്ട് ഇപ്പോൾ ആത്മാവിനെ തന്നെ നോക്കണം. ജിസം കോ ദേഖ്നെ സേ ക്യാ മില, ഈ ശരീരത്തെ നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ദുഃഖി ഹി ബനെ, ദുഃഖിതരാണായത്. അബ് റൂഹ് റൂഹ് കോ ദേഖ്താ ഹെ തോ രാഹത്ത് മിൽത്തി ഹെ. ഇപ്പോൾ ആത്മാവ് ആത്മാവിനെ നോക്കുമ്പോൾ ആ പ്രകാശം കിട്ടുകയാണ്, ശരിയായിട്ടുള്ള വഴി കിട്ടുകയാണ്. ശൂരവീരുഹോന്, ബാബറ നിങ്ങൾ ധൈര്യവാന്മാരാണല്ലോ, ശൂരവീരന്മാരാണല്ലോ. ശൂരവീർ കി നിശാനി ക്യാ ഹോത്തി, ശൂരവീരന്മാരുടെ ലക്ഷണം എന്താണ്? ഉनको कोई भी बात में पार करना मुश्किल नहीं लगता है और समय भी नहीं लगता है. അവർക്ക് ഒരു കാര്യത്തെയും തരണം ചെയ്യുന്നത് പ്രയാസമായി തോന്നുകയില്ല, തന്നെയുമല്ല സമയവും എടുക്കില്ല. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അതായത് ആത്മബോധത്തിലേക്ക് നമ്മൾ വരണം, ആത്മാവിനെ നോക്കാൻ പഠിക്കണം. അപ്പോൾ ഇത്രയും നാൾ ശരീരത്തെയാണ് നമ്മൾ നോക്കിയത്, ആ ശരീരത്തെ നോക്കിയത് കൊണ്ട് നമുക്ക് കിട്ടിയത് വെറും ദുഃഖം മാത്രമാണ്. അപ്പം അതുകൊണ്ട് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവിനെ നോക്കാൻ പഠിക്കുകയാണെങ്കിൽ ശരിക്കുള്ള പ്രകാശവും കിട്ടും, ശരിയായിട്ടുള്ള വഴിയും നമ്മുടെ മുന്നിൽ സ്പഷ്ടമാകും. അപ്പം നമ്മളാണെങ്കിൽ ശരിക്കും ശൂരവീരന്മാരാണ്. അപ്പം ശൂരവീരന്മാരെന്ന് പറയുന്നത് അവരെയാണ്, അതായത് അവർക്ക് ഒരു കാര്യവും പ്രയാസമായിട്ടും തോന്നുകയില്ല, ഏത് കാര്യം തരണം ചെയ്യുന്നതിന് സമയമെടുക്കുകയില്ല. उनका समय सिवाय सर्विस के अपने विघ्नों आदि को हटाने में नहीं जाता है. ശൂരവീരന്മാരുടെ സമയം സേവനത്തിനല്ലാതെ തൻ്റെ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പോവുകയില്ല. ഇസ്കോ കഹാ ജാത്ത ഹെ ശൂരവീർ, ഇവരെയാണ് പറയുന്നത് ശൂരവീരന്മാർ. अपना समय अपने विघ्नों में नहीं लेकिन सर्विस में लगाना चाहिए.
തൻ്റെ സമയം വിഘ്നങ്ങളിലല്ല, എന്നാൽ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അബ് തോ സമയം ബഹുത് ആകെ ബഡ് ഗയാ ഹെ. ഇപ്പോൾ സമയം വളരെയധികം കഴിഞ്ഞുപോയി. ബാബ പറയുകയാണ്, സമയം തൻ്റെ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്, സേവനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവർ തന്നെയാണ് ശൂരവീരന്മാരെന്ന് പറയുന്നത്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ സമയം വളരെയധികം കഴിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ് ഹിസാബ് സെ അബ് തക് വഹ് ബാത്തേം ബച്ചുപ്പൻ കി ഹെ. അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. ഛോട്ടെ ബച്ചെ നാജൂക്ക് ഹോത്തേ ഹെ. കൊച്ചു കുട്ടികൾ വളരെ കോമളമാണ്. ബഡെ ബഹാദൂർ ഹോത്തേ ഹെ. വളരെ ധൈര്യവാന്മാരുമാണ്. തോ പുരുഷാർത്ഥമേ ബച്ചുപ്പന ന ഹോ. പുരുഷാർത്ഥത്തിൽ കുട്ടിക്കാലം വരരുത്, കുട്ടിക്കളി പാടില്ല എന്ന് ബാബു പറയാണ്. ഐസ ബഹാദൂർ ഹോനാ ചാഹിയെ. അങ്ങനെ ധൈര്യവാന്മാരാകണം. കൈസി ഭി പരിസ്ഥിതി ഹോ, ക്യാ ഭി ഹോ, വായുമണ്ഡൽ കൈസാ ഭി ഹോ. എങ്ങനെയുള്ള പരിതസ്ഥിതി ആയിരുന്നാലും എന്തു തന്നെയായിരുന്നാലും ചുറ്റുപാടിനി എങ്ങനെയുള്ളതായിരുന്നാലും കുട്ടികൾ പുരുഷാർത്ഥത്തിൽ കുഞ്ഞുങ്ങളാകരുത് എന്ന് പറയുകയാണ്. ധൈര്യവാന്മാരാകണം. ലേക്കിൻ കംജോർ ന ബനെ ഇസ്കോ ശൂരവീർ കഹാ ജാത്താ ഹെ. ഒരിക്കലും ശക്തിഹീനരാകരുത്, ഇതിനെയാണ് ശൂരവീരന്മാരെന്ന് പറയുന്നത്. ശാരീരിക് കംജോരി ഹോത്തി ഹെ തോ ഭി അസർ ഹോ ജാത്താ ഹെ മൗസം വായു ആദി കാ. ശാരീരികമായിട്ട് വീക്കാണെങ്കിലും പ്രഭാവം ഉണ്ടാകാറുണ്ട് കാലാവസ്ഥയുടെയും വായുവിൻ്റെയും മറ്റും. തന്ദുരസ്ത് കോ അസർ നഹി ഹോത്ത ഹെ. ആരോഗ്യവാന്മാർക്ക് കാലാവസ്ഥയുടെയോ വായുവിൻ്റെയൊന്നും പ്രഭാവം ഉണ്ടാകുകയില്ല. तो यह भी वायुमंडल का असर नाजुक को होता है. അപ്പോൾ ഇതും അന്തരീക്ഷത്തിൻ്റെ അഥവാ ചുറ്റുപാടിൻ്റെ പ്രഭാവം വളരെ കോമളമായിട്ടുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. വായുമണ്ഡൽ കോയി രചയിത നഹി ഹെ. ചുറ്റുപാടല്ലെങ്കിൽ പരിതസ്ഥിതി എന്ന് പറയുന്നത് രചയിതാവൊന്നും അല്ലല്ലോ, വഹ്തോ രചന ഹെ. അത് തൻ്റെ തന്നെ രചനയാണ്. രചയിത ഊഞ്ച വ രചന. ബാബ ചോദിക്കുകയാണ്, രചയിതാവാണോ ഉയർന്നത് അതോ രചനയാണോ? അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നവർ പരിതസ്ഥിതികളിൽ നമ്മുടെ സമയം കളയുകയില്ല. അവരെപ്പോഴും സേവനത്തിന് വേണ്ടി മാത്രമേ സമയം ചിലവഴിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും രചയിതാവാണ്. രചയിതാവ് എന്ന് പറയുമ്പോൾ ശക്തിശാലികളാണ്. ഇപ്പോൾ രചന എന്ന് പറയുന്നതാണ് പരിതസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട്. അപ്പം ചുറ്റുപാടിൻ്റെ പ്രഭാവത്തിലേക്ക് നമ്മൾ വരാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം ബാബു പറഞ്ഞത്, ഇപ്പോൾ ശാരീരികമായിട്ട് വീക്കായിട്ടുള്ള ഒരാളിനെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ കാലാവസ്ഥയുടെയും അതേപോലെ വായുവിൻ്റെയൊക്കെ പ്രഭാവം ഉണ്ടാവും. ആരോഗ്യമുള്ള ഒരാളിന് ഒരിക്കലും അതിൻ്റെ പ്രഭാവം ഉണ്ടാകുകയില്ല. അപ്പം അതേപോലെ ആത്മാവ് ശക്തിശാലിയാണെങ്കിൽ, ആ രചയിതാവാണ് എന്നുള്ള ബോധത്തിലിരിക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും ചുറ്റുപാടിൻ്റെ പ്രഭാവം ഉണ്ടാകുകയില്ല. അപ്പം ശക്തിശാലി സ്ഥിതിയിലിരിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. രചയിത രചനയ്ക്ക് അധീനിക്കും. രചയിതാവ് എന്തുകൊണ്ട് രചനയ്ക്ക് അധീനപ്പെടുന്നു? അബ് ശൂരവീർ ബന്നേക്ക അപ്പന സ്മൃതി ദിവസ് യാദ് രഖ്ന. ഇപ്പോൾ ശൂരവീരനാകുന്ന തൻ്റെ സ്മൃതി ദിവസം ഓർമ്മയിൽ വയ്ക്കണം. യഹ് സ്മൃതി ഭൂൽന നഹി. ഈ സ്മൃതി ഒരിക്കലും മറക്കരുത്. ഐസ നക്ഷ ബൻകർ ജാവോ ജോ ആപ്കെ നക്ഷേമേം ബാപ്കോ ദേഖേ. അങ്ങനെയൊരു ചിത്രം ഉണ്ടാക്കി പോകണം, ആ ചിത്രത്തിൽ ബാബയെ കാണണം. അപ്പം ബാബ പറയുകയാണ്, നമ്മുടെ ജീവിതം അങ്ങനെയുള്ളൊരു ചിത്രമായി തീരണം, ഒരു ഭൂപടമായി തീരണം. ആ പടത്തിൽ ബാബയെ മറ്റുള്ളവർ കാണണം. അപ്പനേക്കോ സമ്പൂർണതാക്ക നക്ഷ ദിഖാന ഹെ. സ്വയം തന്നെ തന്നിലൂടെ സമ്പൂർണതയുടെ പടം, അതായത് ചിത്രം കാണിച്ചു കൊടുക്കണം. ഹിമ്മത്ത് ഹെ, അതിനുള്ള ധൈര്യമുണ്ടോ?
ഹിമ്മത്ത് ഹേ തോ മദദ് ജരൂർ മിൽ ജായെങ്കി. ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായം കിട്ടും. अब यह समझते हो कि यहाँ आकर डीलेपन में तेज आई है. അപ്പോൾ ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, മധുബനിൽ ബാബ്ദാദയുടെ അടുത്ത് വന്ന് അപ്പോഴ് കുറച്ച് അയവായിട്ടിരുന്നതൊക്കെ കുറച്ച് ശക്തമായിട്ടുണ്ട്, കുറച്ച് ലൂസായിട്ടിരുന്നത് കുറച്ചും കൂടെ ഒക്കെ ടൈറ്റായിട്ടുണ്ട്, കുറച്ച് ശക്തി എന്നിൽ വന്നിട്ടുണ്ട് ബാബയുടെ അടുത്ത് വന്നതുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അഭി പുരുഷാർത്ഥമേ ഡീലെ നഹി ബനനാ ഹൈ. ഇനി പുരുഷാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ ലൂസാകരുത്. സമ്പൂർണ്ണ ഹക്ക് ലേനെ കെ ലിയെ സമ്പൂർണ്ണ ആഹൂതി ഭി ദേനി ഹെ. സമ്പൂർണ്ണ അവകാശം എടുക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണ ആഹൂതിയും കൊടുക്കണം. അതായത് ബാബയിൽ നിന്ന് പൂർണ്ണമായിട്ടും അധികാരം അഥവാ അവകാശം എടുക്കണമെങ്കിൽ നമ്മൾ അത്രയും തന്നെ സമർപ്പണവും ചെയ്യണം. कोई भी यज्ञ रचा जाता है तो वह संपूर्ण सफल कैसे होता. ഇപ്പോൾ ആരെങ്കിലും യജ്ഞം രചിക്കുമ്പോൾ ആ യജ്ഞം സമ്പൂർണ്ണമായിട്ട് എപ്പോഴാണ് സഫലമാകുന്നത്? ജബ്കി ആഹൂതി ഡാലി ജാത്തി ഹെ. എപ്പോഴാണോ ആഹൂതി സമർപ്പിക്കുന്നത് അപ്പോഴാണ് ആ രചിച്ച യജ്ഞം സമ്പൂർണ്ണ സഫലമാകുന്നത്. അഗർ ആഹൂതി കം ഹോങ്കി തോ യജ്ഞ സഫൽ നഹി ഹോ സക്ത. അഥവാ ആഹൂതി കുറവാണ് എങ്കിൽ യജ്ഞം സഫലമാകുകയില്ല. യഹാം ബി ഹറേക്കു യഹ് ദേക്കിന ഹേക്കി ആഹൂതി ഡാലി ഹേ. ഇവിടെയും ഓരോരുത്തരും ഇത് നോക്കണം, ഞാൻ സമ്പൂർണ്ണമായിട്ടും ആഹൂതി സമർപ്പിച്ചു, അതായത് എന്നിലുള്ള എല്ലാ കുറവുകളെയും ഞാൻ ബാബയിൽ സമർപ്പിച്ചു എന്ന് ഓരോരുത്തരും നോക്കണം, എന്നാലേ ഇത് സഫലമാകുകയുള്ളൂ. जरा भी आहूति की कमी रह गई तो संपूर्ण सफलता नहीं होगी. ലേശമെങ്കിലും ആഹൂതി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ സമ്പൂർണ്ണ സഫലത ഉണ്ടാകുകയില്ല. ജിത്തന और ഉത്തന കാ ഹിസാബ് ഹെ. ഇത്രക്കിത്ര എന്നുള്ള കണക്കാണ്. എത്രമാത്രം ആഹൂതി സമർപ്പിക്കുന്നു അത്രയുമേ യജ്ഞത്തിൻ്റെ സഫലത ഉണ്ടാകുകയുള്ളൂ. ഹിസാബ് കർണേമേ ധർമ്മരാജ് ബി ഹെ. കണക്ക് നോക്കുന്നതിന് ധർമ്മരാജ് ഉണ്ടാവും. ഉൻസെ കോയി ബി ഹിസാബ് രഹ് നഹി സക്ത. ധർമ്മരാജൻ്റെ കണക്കിൽ ഒരു കണക്കും അവശേഷിക്കുകയില്ല. അതായത് എല്ലാ കണക്കുകളും ധർമ്മരാജ് ക്ലിയർ ചെയ്യുക തന്നെ ചെയ്യും. इसलिए जो भी कुछ आहूति में देना है वो संपूर्ण देना है और फिर संपूर्ण लेना है. അതുകൊണ്ട് എന്തെല്ലാം ആഹൂതി അർപ്പിക്കണോ അതെല്ലാം സമ്പൂർണ്ണമായിട്ടും കൊടുക്കണം, പിന്നെ സമ്പൂർണ്ണമായിട്ടും എടുക്കണം. അപ്പോൾ ബാബറ എന്തെല്ലാം നമ്മൾ അർപ്പിക്കാനുണ്ടോ സമർപ്പിക്കാനുണ്ടോ ബാബയുടെ യജ്ഞത്തിൽ അതെല്ലാം പൂർണ്ണമായിട്ടും സമർപ്പിക്കണം. പിന്നെ ബാബയിൽ നിന്ന് നമ്മൾ എടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം അതും പൂർണ്ണമായിട്ടും എടുക്കണമെന്ന്. ദേനേമേ സമ്പൂർണത നഹി തോ ലേനേമേ ഭി നഹി ഹോഗി. ബാബയ്ക്ക് കൊടുക്കുന്നതിൽ സമ്പൂർണത ഇല്ല എങ്കിൽ എടുക്കുന്നതിലും അതേപോലെ പൂർണ്ണത ഉണ്ടാകുകയില്ല. ജിത്തന ദേങ്കെ ഉത്തന ഹി ലേങ്കി. എത്ര നമ്മൾ കൊടുക്കുന്നു അത്രേ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. जब मालूम भी पड़ गया कि सफलता किसमें है फिर भी सफल न करेंगे तो क्या होगा. ഇതറിയാനും കഴിഞ്ഞു സഫലത ഏത് കാര്യത്തിലാണ് എന്ന്. എന്നാലും സഫലമാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമുക്ക് കാര്യങ്ങൾ അറിയാം, എന്ത് ചെയ്താലാണ് പ്രാപ്തി ഉണ്ടാകുന്നത്, നേട്ടം ഉണ്ടാകുന്നത്, വിജയം ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ബാബ ചോദിക്കുകയാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? കമി രഹി ജായെങ്കി, ആ കുറവ് അവശേഷിക്കും. ഇസ്ലിയെ സദൈവ് ധ്യാൻ രഖോ കി കഹാ കുച്ച് രഹ്തോ നഹി ഗയാ. അതുകൊണ്ട് എപ്പോഴും ഇത് ശ്രദ്ധയിൽ വയ്ക്കൂ, ഇത് എങ്ങും ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ. അതായത് ഞാൻ ബാബയിൽ പൂർണ്ണമായിട്ട് ആഹൂതി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഞാനിനി ആഹൂതി ചെയ്യാനായിട്ടുണ്ടോ അത് കുട്ടികൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം എത്രമാത്രം ആഹൂതി സമർപ്പിക്കുന്നു അതിനനുസരിച്ച് ബാബയിൽ നിന്ന് നമുക്ക് എടുക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഇത് സഫലമാവുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികൾ കൂടുതൽ കൂടുതൽ സ്വയം തന്നെ ചെക്ക് ചെയ്യണം. മനസ്സ വാച കർമ്മണ മേ കഹാം ഭി കുച്ച് രഹ്നാ നഹി ചാഹിയെ. അപ്പോൾ മനസ്സ വാച കർമ്മണ ഒന്നും അവശേഷിക്കാൻ പാടില്ല. कोई भी कार्य का जब समाप्ति का दिन होता है तो उस समय चारों ओर देखा जाता है कि कुछ रह तो नहीं गया. അപ്പം ഏതെങ്കിലും കാര്യത്തിൻ്റെ സമാപ്തി ദിവസം ആകുമ്പോൾ ആ സമയത്ത് 4 ഭാഗവും നോക്കാറുണ്ട്, എന്തെങ്കിലും ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ, എവിടെയെങ്കിലും മൂലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് 4 ഭാഗവും നോക്കാറുണ്ട്. വൈസെ അബീബി സമാപ്തി കാ സമയ, അതേപോലെ ഇപ്പോഴും സമാപ്തിയുടെ സമയമാണ്. അഗർ കുച്ച് രഹ് ഗയാ തോ വഹ് രഹ് ഹി ജായേഗ, അഥവാ എന്തെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നു പോകും. ഫിർ സ്വീകാർ നഹി ഹോ സക്ത, പിന്നെ അത് സ്വീകരിക്കുകയില്ല. അതായത് എന്താണോ ബാബയ്ക്ക് സമർപ്പിക്കാനുള്ളത് അതിപ്പോൾ തന്നെ സമർപ്പിക്കണം. എന്തെങ്കിലും നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പിന്നെ ബാബയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല, അർത്ഥം ബാബ അത് സ്വീകരിക്കുകയില്ല. ഇസ്മേ സമ്പൂർണ്ണ ആഹൂതി ബി നഹി കഹാ ജായേഗ, അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സമ്പൂർണ്ണ ആഹൂതി എന്നും പറയുകയില്ല. ഇസ്ലിയെ ഇത്തന ധ്യാൻ രഖ്നാ ഹൈ, അതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ വയ്ക്കേണ്ടത്. അഭി കമി രഖ്നേക്കാ സമയ ബീച്ചുക, തൻ്റെ കുറവുകളെ ഇപ്പോഴും തൻ്റെ തന്നെ ഉള്ളിൽ വയ്ക്കുന്നതിനുള്ള സമയം കഴിഞ്ഞുപോയി. अब समय बहुत तेज आ रहा है, ഇപ്പോൾ സമയം വളരെ ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. अगर समय तेज चला गया और खुद ढीले रह गए तो फिर क्या होगा. സമയം വളരെ തീവ്രമായി പോവുകയും സ്വയം വളരെ ലൂസാകുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ബാബ പറയുന്നത് സമയമെല്ലാം കഴിഞ്ഞു പോയി എന്നാണ്. സമയമെല്ലാം കഴിഞ്ഞു പോയി, തന്നിൽ തന്നെ കുറവുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള സമയമെല്ലാം കഴിഞ്ഞുപോയി. സമയം അത്ര തീവ്രമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്ന ആൾ വളരെ സാധാരണ രീതിയിലും സമയം വളരെ തീവ്രവുമാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം ശാന്തി.